കുറെ അലഞ്ഞു, കുറെ വലഞ്ഞു അല്ലേ? അത് സാരമില്ല, സ്വാമിയെ ദർശിക്കാനായല്ലോ. പ്രാർത്ഥനയിലൂടെയാണ് കാടും മലയും താണ്ടി വന്നത്. പ്രാർത്ഥന ഒരിക്കലും വിഫലമാകില്ല. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്നും സംശയിച്ചു. നാം മറ്റെവിടെ പോകാനാ? എവിടെ പോയാലും പ്രാർത്ഥിക്കുന്നിടത്ത് സ്വാമി എത്തും. അത് പോട്ടെ, എന്താ എല്ലാരും കൂടി കാട്ടിലേക്ക്? സ്വാമികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിപ്പാനാണ്. ദർശനം കിട്ടും, അനുഗ്രഹം എവിടെന്ന് വാങ്ങാനാ? ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങാനാണ്. ഓ അങ്ങനെയോ? ആദ്യം ആഗ്രഹം കേൾക്കട്ടെ, പിന്നെയല്ലേ അനുഗ്രഹം. കുറെ നാളായി അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിലെ തൊലി ഉരിഞ്ഞു പോകുന്നു. സംസാരിക്കാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഉമിനീരിറക്കാൻ പോലും വയ്യ. വേദന താങ്ങാൻ പറ്റണില്ല സ്വാമി. നമ്മുടെ കയ്യിൽ മരുന്നുകളൊന്നും ഇല്ലല്ലോ, എന്തു ചെയ്യും? സ്വാമി ഞങ്ങളെ കൈവെടിയരുത്. സ്വാമിയുടെ കൈവെടിഞ്ഞ പിന്നെ തീരുന്ന് കഴിയേണ്ടി വരും. വല്ലതും ഇരിപ്പുണ്ടോ? അല്പം മുമ്പ് ഇവർ സ്വാമിക്ക് ഇലയിൽ വിളമ്പിയ ചോറും കറികളും ഇരിപ്പുണ്ട്. ഇദ്ദേഹം സാധാരണ എന്താ കഴിക്കാറ്? പാലും വെള്ളവും മാത്രം, ചിലപ്പോ കഞ്ഞിയുടെ വെള്ളവും. എന്താ എരിവും പുളിയൊക്കെ പറ്റുമോ? പറ്റില്ല സ്വാമി, പാലും വെള്ളവും കഴിച്ചാൽ തന്നെ വേദനയാണ്. ഇനിയിപ്പോ എന്തു ചെയ്യും? എങ്ങനെയും രക്ഷിക്കണം സ്വാമി. തീ പിടിക്കുന്ന വേദന ഒന്ന് അണച്ചു തരണം സ്വാമി. ആ ഇലയിലെ ചോറും കറികളും ഇങ്ങോട്ട് എടുക്കും. മടിക്കണ്ട, എരിയും പുളിയൊക്കെ ഉണ്ടെങ്കിലും തിന്നാം. എങ്ങനെ ഉണ്ടായിരുന്നു? അമൃതം നുളഞ്ഞ പോലെ. അമൃത് കഴിച്ചാൽ പിന്നെ ജരാന്തരങ്ങളില്ല, വേദനയുമില്ല. ഇനി എല്ലാം കഴിക്കാം. എല്ലാം സ്വാമിയുടെ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം. ആ ഉരുളച്ചോറിൽ അന്നപൂർണേശ്വരിയല്ലേ, അത് പ്രസാദമായി.